പ്രതിപക്ഷത്തെത്തുമ്പം ഈ പൂക്കിമോമാർക്ക് എന്തും വിളിച്ച് പറയാം. അധികാരത്തിലേക്ക് എത്തുമ്പോഴുണ്ടല്ലോ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. ഇപ്പൊ എന്തിനെക്കുറിച്ചും പഠിക്കണം ഈ പൂക്കിമോമാർക്ക്. KSRTC ബസ്സിൽ സൗജന്യ യാത്രയെക്കുറിച്ച് പഠിക്കണം, മിൽമ പാല് പെട്രോൾ വില വർധനവിനെ കുറിച്ച് പഠിക്കണം, എല്ലാത്തിനെ കുറിച്ച് പഠിക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്തും വിളിച്ചു പറയാമായിരുന്നു. പെട്രോൾ വില 50 രൂപയിലേക്ക് എത്തിക്കും, ഇന്ത്യൻ രൂപയുടെ മൂല്യം പിടിച്ചു നിർത്തും, വിദേശത്ത് കിടക്കുന്ന കള്ളപ്പണം ഇന്ത്യയിലേക്ക് എത്തിക്കും, എന്നിട്ട് ദരിദ്രരായ ജനങ്ങൾക്ക് 15 ലക്ഷം രൂപ വെച്ച് കൊടുക്കും. ഇതൊക്കെ പറഞ്ഞിട്ടാണ് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയത്. കോൺഗ്രസ്സുകാർ തള്ളി മഹാത്മാഗാന്ധിയെ VD സതീശനൊപ്പം കൊണ്ടെത്തിച്ചിട്ടുണ്ട് കേട്ടോ. എപ്പോഴാണ് ഇവർ തന്നെ കാല് മാറിയിട്ട് കാല് വലിച്ച് താഴെ ഇടുന്നെന്ന് പറയാൻ പറ്റില്ല. കോൺഗ്രസിന്റെ ചരിത്രം അങ്ങനെയാണല്ലോ. കരുണാകരനെ, ഉമ്മൻചാണ്ടിയെ, AK ആന്റണിയെ ഒക്കെ കോൺഗ്രസിനുള്ളിൽ തന്നെയാണല്ലോ വലിച്ച് താഴെ ഇടുക. ഇടതുപക്ഷത്തിന് വലുതായിട്ട് പ്രവർത്തിക്കേണ്ടി വരില്ല. സതീശൻ സാറേ ഒന്ന് ഓർത്താൻ നല്ലത്. കഴിഞ്ഞ 4-5 തവണ MLA ആയി അധികാരം ഏറ്റപ്പോഴൊന്നും VD സതീശൻ സാറിന് സ്വന്തം അപ്പനെ ഓർമ്മ വന്നില്ല കേട്ടോ. പെട്ടെന്ന് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയപ്പോഴത്തിന് മേനോൻ എന്ന അപ്പനെ ഓർമ്മ വന്നു. പെട്ടെന്നാണ് സതീശ മേനോൻ ആയത്. എന്താ അല്ലേ? No, nobody. I am not a Muslim. I am a Hindu. No, not about you. But IOML is your ally. എനിക്ക് തോന്നുന്നു സതീശന് പൂക്കിമോൻ എന്നുള്ള പേര് വിളിക്കുന്നത് KC വേണുഗോപാൽ പക്ഷമാണെന്ന് തോന്നുന്നു. അക്ഷരം മാറ്റി വിളിക്കാൻ കഴിയത്തില്ല എന്നിട്ട് അവരിട്ട പേരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വോട്ട് ചെയ്തവരൊക്കെ ഇപ്പൊ ഈ പൂക്കിമോന്മാരുടെ മുമ്പിൽ നിസ്സഹായരായി കുനിഞ്ഞു നിൽക്കേണ്ട അവസ്ഥയാണ് വരുന്നത് അല്ലേ? ജൂൺ 15 മുതൽ KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര. സത്യം പറഞ്ഞ KSRTC ബസ്സിനെ നശിപ്പിക്കാതിരിക്കണമെങ്കിൽ KSRTC ബസ്സിൽ സൗജന്യ യാത്ര നിങ്ങൾ അങ്ങ് ഉപേക്ഷിക്കുക. അല്ലെങ്കിൽ വരും തലമുറയോട് നമ്മുടെ കുട്ടികളൊക്കെ പറയും, പണ്ട് ആനവണ്ടി എന്നും പറഞ്ഞൊരു വണ്ടി കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരും കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ ഏതായാലും പറഞ്ഞു പോയി. അത് പാലിക്കണമെന്നൊന്നുമില്ല. KSRTC ബസ്സിന്റെ നിലനിൽപ്പിനെ കുറിച്ച് ഓർക്കുമ്പോഴാണ്. നോക്കൂ, ഇലക്ഷൻ നേരത്തെ വന്നത് കൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ തള്ളി ട്രാൻസ്പോർട്ട് ബസ്സിൽ മാത്രമല്ല എയർ ഇന്ത്യയിലും ഫ്രീ ആണെന്ന് ഇവർ പ്രഖ്യാപിച്ചതിനെ.